പൊന്നാനി മണ്ഡലത്തിൽ നിന്നും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കായി മൂന്നാംഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന പഠന ക്ലാസ് മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം ഹാജി മുഹമ്മദ് ഖാസിം കോയ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി മണ്ഡലത്തിലെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കായി മൂന്നാംഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന പഠന ക്ലാസ് പൊന്നാനി ജിന്നാ പാലസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വാൽപ്പാറയിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവർക്കും തൃശൂരിലെ വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണപ്പെട്ടവർക്കും അനുശോചനം രേഖപ്പെടുത്തി. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് ഖാസിം കോയ ഉസ്താദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി ഹജ്ജ് മണ്ഡലം ട്രെയിനർ അലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സഫാനുദവി പ്രാർത്ഥന നിർവഹിച്ചു. ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി അംഗമായ അമാനുള്ള മാസ്റ്റർ ക്ലാസിന് നേതൃത്വം നൽകി. ഹജ്ജ് ട്രെയിനർമാരായ നൌഷാദ് മാടത്തിങ്കൽ, മുഹമ്മദ് നസീർ, ബഷീർ, അലി അഷ്കർ, നിസാർ, സുഹൈബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഹജ്ജ് ഇൻസ്പെക്ടർ സാബിറ, ഹാജി മുഹമ്മദ് ഉണ്ണി, ഇസ്മായിൽ പുതുപ്പൊന്നാനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹജ്ജ് ട്രെയിനർ ബഷീർ നന്ദി പറഞ്ഞു. ഹജ്ജ് പരിശുദ്ധമായ ഹജ്ജ്, ആ ഹജ്ജ് ഏറ്റവും ഒരു ഷറഫുൽ അറഫ. ആ അറഫയിൽ നിൽക്കുമ്പോൾ അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. എല്ലാ അമലുക്കും എന്തുണ്ട്? പ്രാവർത്തികമാക്കാൻ കഴിവുണ്ട്. ആ ദിവസം ദുഹറിന് ശേഷമുള്ള പിറ്റേ ദിവസം സുബഹി വരെയുള്ള സമയത്ത് 9-ാം ദിവസം ദുൽഹജ്ജ് 9-ന് ദുഹറിന് ശേഷമുള്ളതും ആ സുബഹി 10-ന് കിടക്കും സുബഹിന്റെ മുമ്പുള്ള സമയം അറഫയിൽ നിൽക്കേണ്ട ഒരു സമയം. പ്രാധാന്യം കൽപ്പിക്കുന്നത് ദുഹർക്കൊന്നും എല്ലാം തെക്ക് തിരക്ക് കാരണം തലേ ദിവസം തന്നെ അറഫയിൽ കൊണ്ടുപോയി നമ്മളാക്കും എല്ലാ ഹാജിമാരും. ഈ ഒരു മണിക്കൂർ, വിലപ്പെട്ട മണിക്കൂർ അറഫ. ഈ അറഫയില് നമ്മൾ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഘടകമായ അറഫയിൽ നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഒരു ഹജ്ജ് ഉണ്ടാകുമോ? ഇല്ല. മറ്റുള്ള വിഷയത്തിലൊക്കെ നമുക്ക് ചെയ്യാം. ഈ ഫാദിലെ തവാഫ്, മറ്റുള്ള സഅയ്, മറ്റുള്ള എല്ലാത്തിനും പരിഹാരമുണ്ട്. ഹജ്ജിന് പ്രധാനപ്പെട്ട ഘടകമായ ആ ദിവസം സുബ്ഹാനല്ലാഹ് കടക്കാൻ അത് നിന്നില്ല എങ്കിൽ, പറ്റില്ല എങ്കിൽ, അങ്ങനത്തെ അവസരം നമുക്ക് ആർക്കും പറ്റിക്കാതിരിക്കട്ടെ. കേവലം മണിക്കൂറുകളേ ഉള്ളൂ. ആ മണിക്കൂറിന് വേണ്ടി ഈ 365 ദിവസം കാത്തു സൂക്ഷിച്ച നമ്മൾ ആ മണിക്കൂർ വിലപ്പെട്ട സമയത്ത് വേണ്ടി അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നഊദുബില്ല, അള്ളാഹു കാത്തിരിച്ചു മറവട്ടെ. ഒരു അനുഭവം ഞാൻ പറയാണ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഞങ്ങൾ ഹജ്ജിന് മീനയിൽ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ രക്തം ഛർദ്ദിച്ച് ബോധം നഷ്ടപ്പെട്ട് മിനയിലെ ഹോസ്പിറ്റലിലേക്ക് ഫഹദ് അബ്ദുൽ അസീസിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അയാൾ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയാമല്ലോ ഇപ്പം നമ്മുടെ പ്ലേറ്റിൽ അത് സീരിയസ് ഓർമ്മ നഷ്ടപ്പെട്ടവനെ കൊണ്ടാൻ കഴിയില്ല. ഹോസ്റ്റലിലേക്ക് എടുക്കുന്നതാണ് എങ്ങനെ കൊണ്ടാൻ പറ്റും? ആ മനുഷ്യ പിന്നെ ഒരു ആരോഗ്യസ്ഥിതി തിരിച്ചു വന്ന ജമാഅത്തുൽ അവ്വലാണ്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.